കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഭഗവാൻ ഇന്ന് ഏത് രൂപത്തിലാണ് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് ഇരിക്കുന്നത് എന്നറിയില്ല. നമുക്ക് പോയി നോക്കാം. ഇന്നിപ്പോൾ ഞായറാഴ്ച, നല്ല തിരക്കാണ്. കുറച്ച് കല്യാണങ്ങളധികം. അതേപോലെ ഇന്ന് അകത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ഉച്ചപൂജ കഴിഞ്ഞതിന് ശേഷമാണുള്ളത് നാലമ്പലത്തിലേക്ക്. അതേവരെയൊക്കെ പുണ്യാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ കൊടിമരത്തിൻ്റെ അതിലേ ഉള്ള ഒറ്റ അകത്തേക്കില്ലാത്ത, അതായത് വാതിൽപ്പടിയുടെ ഇപ്പുറത്തു നിന്നുള്ള ദർശനം മാത്രമായിരുന്നു ഇതേവരുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം കഴിഞ്ഞു. വളരെ പൂർവാധികം ശുദ്ധിയായിട്ട് നല്ല ശക്തിയോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഗുരുവായൂരപ്പൻ ഉള്ളത്. അപ്പോൾ നമുക്ക് കാണാൻ പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദർശനം ചെയ്യാം. മഞ്ജുള വാര്യസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് അങ്ങനെ വരുമ്പോൾ ആ വെങ്കല ഗരുഡ ശില്പവും കുചേലൻ്റെ ശില്പമൊക്കെ കാണാം. അതിനുശേഷം നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. ആ കാളിയമർദ്ദന രൂപമൊക്കെ കണ്ട് തൊഴുത് നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറിയിട്ട് ഇടത് വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ മേൽപ്പത്തൂരിൻ്റെ ആ പീഠം കാണാം, കെടാവിളക്കും കാണാം. വലത് വശത്ത് ആദ്യത്തെ തൂണ് നാരായണീ എഴുതുമ്പോൾ നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന ആ തൂണാണ്. അപ്പോൾ അതൊന്ന് കണ്ട് തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രസമായിട്ടുള്ള കാഴ്ചയാണ്. ഇന്ന് കാണാനുള്ളത് ഇന്നൊരു മത്സ്യമാണ്. മത്സ്യത്തിൻ്റെ വാല് കാണാനുണ്ട്. ശൽക്കങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പട്ടുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ വര അങ്ങനെ അന്ന് ദശാവതാരത്തിലെ ആദ്യ രൂപമായ മത്സ്യാവതാരമാണ്. അരയ്ക്ക് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചതുർബാഹുവായിട്ടുള്ള മഹാപ്രഭുവായിട്ടാണ്. അപ്പം നേരെ മാറത്ത് നോക്കുമ്പോൾ ഒരു വളയം പോലത്തെ മാല ഉണ്ട്, ഒരു പതക്കം പോലത്തെ മാല ഉണ്ട്, ഒരു ഗോപീതിലകം ഇങ്ങനെ ചാർത്തിയിട്ടുമുണ്ട്. അതേപോലെ അരയിലെ അരമണി കിങ്ങിണി ഒക്കെ ചാർത്തിയിട്ടുണ്ട്. അതേപോലെ 4 കൈകളോട് കൂടിയിട്ട് ചതുർബാഹുവായിട്ടാണ് കേട്ടോ. അപ്പോൾ ശംഖ് ചക്ര ഗദാപത്മത്തോട് കൂടിയിട്ട് മഹാപ്രഭുവായിട്ട്. അപ്പോൾ ശംഖും ചക്രവും സ്വർണത്തിൻ്റെ കൊടുത്തിട്ടുണ്ട്, ഗദ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്, പത്മം ഒരു താമരപ്പൂവ് തന്നെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. മത്സ്യാവതാര മൂർത്തിയായിട്ട് അങ്ങനെ പൂർവാധികം ഭക്തിയോടെ ശക്തിയോടെയൊക്കെ എല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്ന ആ ഒരു കാഴ്ചയാണ്. അതേപോലെ തിരുനെറ്റിയിൽ ഗോപീതിലകം വെച്ചിട്ടുണ്ട്, കാതിൽ ചെവിപ്പൂക്കളുണ്ട്, പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്, 2 തിരുമുടിമാല ഉണ്ട്, തെച്ചി തുളസി ആയിട്ടുള്ളതും വെളുത്ത പൂവും തെച്ചി ആയിട്ടുള്ളതും. അതേപോലെ 2 ഉണ്ടമാല ഏകദേശം അതേപോലെ തന്നെയാണ്, തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളത്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. അപ്പോൾ നമ്മളിപ്പോൾ ഭഗവാന്റെ സോപാനപ്പടിയിൽ നിന്ന് ശ്രീലകത്തേക്ക് നോക്കി കാണുകയാണ്. നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അപ്പോൾ ആ ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. ഇപ്പോൾ പൂർവാധികം ശക്തിയുള്ള സമയമാണ്. അപ്പോൾ എല്ലാ പൂജകളും അർപ്പിക്കപ്പെട്ടിട്ട് ഭഗവത് ചൈതന്യം കൂടി നിൽക്കുന്ന സമയം. അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മളവിടുന്ന് സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴുത് ഭഗവാന്റെ തിടപ്പള്ളിയും കണ്ട് തൊഴുത് ആ ചുവരിൻ്റെ മുകളിലത്തെ ചെറിയ ആലിലെ കണ്ണനെയും കണ്ട് തൊഴുത് നേരെ സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നെ അതിന് ശേഷം നേരെ ഗണേശനെ കാണാനായിട്ട് പോവാം. ഗണേശൻ്റെ അടുത്ത് വരിക, ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കുക. അവിടെ നിന്ന് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. നന്നായിട്ടുള്ള മുഖത്തൊക്കെ ചന്ദനം ചാർത്തിയിട്ടുണ്ട്. പിന്നെ നേരെ നല്ല കിരീടം വെച്ചിട്ടുണ്ട്, അതേപോലെ മാലകളുണ്ട്, ധാരാളം പൂക്കളുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക, സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. പിന്നീട് അവിടുന്ന് അങ്ങനെ വന്ന് കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കാണാം, തൊട്ട് തലോടൊക്കെ ചെയ്യാം.
അതിനുശേഷം മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങി വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് അനന്തശായിയായ അനന്തപത്മനാഭനെയും ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴാം. നന്നായിട്ട് പ്രാർത്ഥിക്കാം. അവിടെയും ധാരാളം പൂക്കളൊക്കെ ഉണ്ട്. നല്ല താമരമാലകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കരിക്കുമ്പോൾ എല്ലാ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു തരാൻ വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതിനുശേഷം നമ്മൾ നേരെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയ ഉഗ്രരൂപിയായ നരസിംഹസ്വാമി നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് കാണാം. അത് പിന്നെ ഭീഷ്മരുടെ ശരശയ്യൊക്കെ കണ്ട് വീണ്ടും വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ഭാർഗവരാമനും ബലരാമനും ശ്രീരാമചന്ദ്രനും അതേപോലെ ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴാം. ശ്രീകൃഷ്ണൻ്റെ അവിടെ 2 തുളസിമാലകളുണ്ട്. പിന്നെ അങ്ങനെ മുരുകനെയും കണ്ട് തൊഴാം. പിന്നീട് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് ഒരു മാല മാത്രമേ ഉള്ളൂ കേട്ടോ, കുറച്ച് കുങ്കുമമുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അതിനുശേഷം രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിൻ്റെ തൊട്ടടുത്തുള്ള ആ താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം. എന്ത് പ്രാർത്ഥിച്ചാലും അതൊക്കെ നേടിത്തരുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ നേരെ ആ കൊടിമരം കണ്ട് തൊഴാം. അതേപോലെ ഭഗവാന്റെ നൃത്ത അറയും കിടാവൾക്കൊക്കെ കാണാം. ആ മണിക്കിണറും കണ്ട് തൊഴുത് നമ്മൾ അടുത്ത അറയിലേക്ക് വരുമ്പോൾ കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവര ഉണ്ണീനായിട്ട് ഇങ്ങനെ രാത്രി വരുന്ന ആ ഒരു കാഴ്ചയൊക്കെ കണ്ട് വടക്കേ നടയിൽ കൂടെ നമ്മൾ പുറത്തേക്ക് വരിക. അങ്ങനെ പുറത്തേക്ക് വന്നാൽ നേരെ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് നേരെ എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് അങ്ങനെ പോവാം. അങ്ങനെ നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോൾ അവിടെയൊക്കെ അത്യാവശ്യം നല്ല തിരക്കാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല പട്ടൊക്കെ ഞൊറിഞ്ഞെടുത്ത് അതിസുന്ദരിയായിട്ടാണ്, വലിയ പൊട്ടൊക്കെ തൊട്ട് നിറയെ നല്ലൊരു എന്താ രൂപത്തിലെന്ന് പറയാം, ഒരു ബാലരൂപത്തിലൊക്കെയാണ്. അങ്ങനെയുള്ള ഒരു കാഴ്ച ഉണ്ട്. നല്ല രസമായിട്ടുള്ളൊരു കാഴ്ചയാണ്. കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. ധാരാളം മാലകളുണ്ട്. അർച്ചനപ്പൂക്കളാണെങ്കിൽ അതിലേറെ. ആ ശിവേലി വിഗ്രഹത്തിനുണ്ട് ധാരാളം മാലകളൊക്കെ ചേർത്തിയിട്ട്. എല്ലായിടത്തും ഇന്ന് കൂടുതൽ ശക്തിയായിട്ട് ആർജിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് നമ്മളങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞു നിന്ന് മമ്മിയൂർ പോകുന്നതായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം അങ്ങോട്ട് ജപിക്കുക. അപ്പോൾ അങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് നമുക്ക് ദർശനം കിട്ടിയ പോലെ മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അത് കഴിഞ്ഞ് നേരെ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാന്റെ ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ മത്സ്യാവതാര മൂർത്തിയെ ഒന്നുകൂടി കണ്ട് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് അവിടുന്ന് വന്ന് കൂത്തമ്പലത്തിൽ വരുമ്പോൾ കിടാവൾക്ക് കാണാം. അപ്പോൾ അവിടെയും വന്നിട്ടൊന്ന് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക, അയ്യപ്പസ്വാമിയെ കാണുക. അയ്യപ്പസ്വാമിയെ കാണുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. മുഖത്തൊക്കെ ധാരാളം ചന്ദനം ചാർത്തിയിട്ടുണ്ട്. നല്ല ഗോപീതിലകൊക്കെ ചാർത്തിയിട്ടുണ്ട്. കാതിൽ കടുക്കനൊക്കെ ഉണ്ട്. ധാരാളം മാലകളൊക്കെ ഉണ്ട്. കയ്യിലൊരു പഴമൊക്കെ ഉണ്ട്. അങ്ങനെ പിടിച്ച് നല്ല രസമായിട്ട് എൻ്റെ നിൽക്കുന്നുണ്ട്. ധാരാളം അർച്ചനപ്പൂക്കളുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ പടിഞ്ഞാറ നടയിലെത്തിക്കഴിഞ്ഞാൽ ആ ദീപസ്തംഭത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ നമ്മളെ തന്നെ നോക്കിയിട്ട് ഉണ്ണിക്കണ്ണൻ, അതായത് വേണുഗോപാൽ അങ്ങനെ നിൽക്കണു. അപ്പോൾ നമ്മളെ കണ്ടു, നമ്മൾ അങ്ങോട്ടും കണ്ടു. അങ്ങനെ നമസ്കരിച്ചു. അതിനുശേഷം കൊടിമരത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മൾ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തേക്ക് വരിക. അങ്ങനെ വന്ന് രുദ്രതീർത്ഥ കുളത്തെ പ്രദക്ഷിണം ചെയ്യുക.
അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നെ നാരായണാലയത്തിൽ ചെന്നിട്ട് ആ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത് പിന്നെ നമ്മൾ ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് തൊഴുത് തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീ ദേവീനും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളപാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.